ശാലിനി പറയുകയാണ്, അർജുനേട്ടൻ പ്രീതിക്ക് അന്യനല്ല, അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ആളാണ്. താലിയുടെ അധികാരവും വിലയും എന്താണെന്നറിയണമെങ്കിൽ അത് വെറുതെ കഴുത്തിൽ കെട്ടിത്തൂക്കിയാൽ പോരാ. ഭർത്താവിന്റെ വിലയും ദാമ്പത്യത്തിന്റെ പവിത്രതയും തിരിച്ചറിയണം. സ്വന്തം മകൾക്കൊരു ജീവിതം നിഷേധിച്ച നിങ്ങളാണോ അമ്പലത്തിൽ വന്ന് കുമ്പിട്ട് കിടക്കുന്നത്? നിങ്ങളിനി പൂജയല്ല യാഗം തന്നെ കഴിച്ചാലും അകത്തിരിക്കുന്ന ദേവിക്കൊരു നേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നേ കിട്ടാനുള്ളൂ സത്യഭാമേ, ശാപം, ശാപം മാത്രം. പരസ്പരം ഇഷ്ടപ്പെടുന്ന ഈ രണ്ട് മനുഷ്യജീവികളെ സന്തോഷവും സമാധാനവും തല്ലിക്കെടുത്തിയതിന്റെ ശാപം കിട്ടും നിങ്ങൾക്ക്, അതുറപ്പാണ്. ഇവരുടെ കണ്ണിൽ നിന്നും വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും വട്ടിപ്പലിശയടക്കം തിരിച്ചു കിട്ടും നിങ്ങൾക്ക്. അതോർത്താൽ മതി ബ്ലേഡ് സത്യഭാമ. ദേഷ്യം കൊണ്ട് കലിതുള്ളി സത്യഭാമ പ്രീതിയോട് പറയുകയാണ്, വാടി ഇങ്ങോട്ട്, ഇത്രയും എന്നെ കേൾപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? മാനം കെട്ട ജന്മം. അതിനുശേഷം സത്യഭാമ പ്രീതിയെ കൊണ്ടുപോകാനായി കയ്യിൽ പിടിക്കുമ്പോൾ കയ്യിലിരിക്കുന്ന കമ്മൽ കാണുകയാണ്. അത് പ്രീതിയുടെ കയ്യിൽ നിന്നും വാങ്ങി തുറന്നു നോക്കിയ ശേഷം ദൂരേക്ക് എറിയുകയാണ് സത്യഭാമ. അതിനുശേഷം അർജുനെ നോക്കി പറയുകയാണ്, എന്റെ മകൾക്ക് സമ്മാനം വാങ്ങിക്കൊടുക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതിന് അധികാരപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നു, അവളുടെ ഭർത്താവ്. അത് പണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൊള്ളിവെച്ചു കഴിഞ്ഞു. കത്തിയമർന്ന പട്ടടയിൽ നിന്നും അയാൾക്ക് ഉയർത്തെഴുന്നേറ്റ് വരണമെങ്കിൽ ഇത്തിരി പ്രയാസമാണ്. അതിനുശേഷം ശാലിനിയെ നോക്കി സത്യഭാമ പറയുകയാണ്, നീ ആരായാലും എന്ത് ആയാലും കയറി പിടിച്ച് തടഞ്ഞത് സത്യഭാമയുടെ കൈയാണ്, ചൊറിഞ്ഞത് സത്യഭാമയുടെ മൂക്കിൻ തുമ്പിലും. ഓർത്തു വച്ചോ, നമുക്കിനിയും കാണേണ്ടി വരും. അന്ന് ഞാൻ പറഞ്ഞു തരും ഈ സത്യഭാമ ആരാണെന്ന്. അതിനുശേഷം പ്രീതിയെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് സത്യഭാമ. അവർ പോയ ശേഷം അർജുൻ സത്യഭാമ വലിച്ചെറിഞ്ഞ ആ പ്രസന്റ് പോയി എടുക്കുകയാണ്. ശാലിനി ചോദിക്കുകയാണ്, അർജുനേട്ട, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ? ഏയ്, എന്തായാലും എന്റെ പ്രീതിയെ തല്ലുകൊള്ളാതെ കാത്തല്ലോ ശാലിനി, അതിന്റെ നന്ദിയുണ്ട് എനിക്ക്. ആ സമയത്ത് അങ്ങനെ റിയാക്ട് ചെയ്യാനാണ് എനിക്ക് തോന്നിയത്. അവരുടെ മുഖത്തു നോക്കി രണ്ട് വർത്തമാനം പറയണമെന്ന് പണ്ടേ എനിക്ക് തോന്നിയതാണ്. ഇന്നാണ് അത് നടന്നത്. അർജുൻ പറയുകയാണ്, അങ്ങനെ റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഈ ശാലിനി ആകില്ലല്ലോ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. പക്ഷേ നീ തടഞ്ഞത് സത്യഭാമയുടെ കൈയാണ്. ഇതുവരെ ആരും അതിന് മുതിർന്നിട്ടില്ല. അവർക്ക് ഒരു മകൻ കൂടി ഉള്ള കാര്യം അറിയാമല്ലോ. എന്റെ അളിയൻ വിഷ്ണു. കേട്ടിട്ടുണ്ട്, വട്ടിപ്പലിശ പിരിക്കാൻ നടക്കുന്ന കേടിയല്ലേ? അത്രയ്ക്ക് കേടിയൊന്നും അല്ല, മനസ്സിൽ നന്മയുള്ളവനാണ്. പക്ഷേ അമ്മയാണ് കൺകണ്ട ദൈവം. അമ്മ ചെയ്യുന്നത് മാത്രമാണ് ശരി. ആ അമ്മയുടെ കൈ ഒരാൾ തടഞ്ഞു എന്ന് കണ്ടാൽ അവൻ മിണ്ടാതിരിക്കില്ല. അത് കേട്ട് ശാലിനി പറയുകയാണ്, നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ഒരു വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും പേടിക്കേണ്ട അർജുനേട്ടാ. കാടിളക്കി വരുന്നെങ്കിൽ ഏത് വിഷ്ണുവും വരട്ടെ. ഇവിടെ നിൽക്കുന്നത് ശാലിനിയാണ്. ശാലിനിക്കറിയാം ആരെ എങ്ങനെ നേരിടണമെന്ന്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. ദേഷ്യം കൊണ്ട് കലിതുള്ളുന്ന സത്യഭാമ വീണ്ടും വീണ്ടും ശാലിനി തന്റെ കൈതടുത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. സത്യഭാമ പറയുകയാണ്, പൂജയല്ല ഭംഗിയായി കലാശിക്കും എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് സ്വന്തം മോള് തന്നെ പടിക്കൽ വെച്ച് കലമുടച്ചത്. എടി, പായസം എത്ര മധുരമുള്ളതാണെങ്കിലും ഒരു തുള്ളി മണ്ണെണ്ണ മതി അത് വിഷമായിട്ട് മാറാൻ. എന്റെ കൈ അവള് തടഞ്ഞു. എന്നോട് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. എന്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചു. സത്യഭാമയുടെ ജീവിതത്തിൽ ഇതൊക്കെ ആദ്യമായിട്ടാണ്. ഊരോ പേരോ ഒന്നും അറിയാത്ത ഒരു ദരിദ്രവാസി പെണ്ണ്, ഒരു കീടം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് സത്യഭാമ. അല്ലെങ്കിൽ പിന്നെ അവളെ എന്തിനാണ് പറയുന്നത്? സ്വന്തം വയറ്റിൽ കുരുത്ത നീ തന്നെയല്ലേ ഇതിനൊക്കെ വഴിയൊരുക്കി കൊടുത്തത്? ഇതൊക്കെ കേട്ട് അമ്മ എന്ന് വിഷ്ണു വിളിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, വേണ്ട, ഇതിൽ നീ കക്ഷിയല്ല. ഇത് ഞാനും എന്റെ മോളും തമ്മിലുള്ള പ്രശ്നമാണ്. വീണ്ടും പ്രീതിക്ക് നേരെ ദേഷ്യപ്പെടുകയാണ് സത്യഭാമ. എന്ത് ചെയ്യരുതെന്ന് പറയുന്നോ അത് മാത്രമേ ചെയ്യൂ. എന്ത് അത്യാവശ്യമായിരുന്നടി നിനക്കവനെ കാണാഞ്ഞിട്ട്? അശ്രീകരം. അവള് പോയിരിക്കുന്നു കമ്മല് മേടിക്കാൻ. അത് അമ്മേ, അർജുനേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അമ്പലത്തിൽ വന്നത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് പോകാതിരിക്കുന്നത്? പ്രീതിയെ കളിയാക്കുകയാണ് സത്യഭാമ. ഞാൻ എങ്ങനെയാണ് പോവാതിരിക്കുന്നത് അല്ലേ? അല്ല, നീ ഇന്ന് അമ്പലത്തിൽ വരുമെന്ന് അവനോട് ആരാണ് പറഞ്ഞത്? അതെനിക്ക് മനസ്സിലായില്ല. ഇനി ഞാൻ അറിയാതെ നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറയുകയാണ് പ്രീതി. അന്നേരം സത്യഭാമ ചോദിക്കുന്നു, പിന്നെ പറയടി, പറയാൻ. എങ്ങനെയാണ് അർജുനേട്ടൻ മനസ്സിലാക്കിയതെന്ന് എനിക്കറിയില്ലമ്മേ. സത്യമായിട്ടും എനിക്കറിയില്ല. ഞങ്ങൾ പരസ്പരം കണ്ടത് തന്നെ യാദൃച്ഛികമായിട്ടാണ്. ഞാനും ഏട്ടനും അതിൽ കുറ്റക്കാരല്ല. കള്ളം ആദ്യം പറഞ്ഞു എങ്ങനെയാണെന്ന് അറിയില്ല എന്ന്, ഇപ്പൊ പറയുന്നു യാദൃച്ഛികമായിട്ടാണെന്ന്. ഓ, ആരെയാടി നീ പറ്റിക്കാൻ നിൽക്കുന്നത്? നോക്ക്, താലി കെട്ടിയ ഭാര്യയെ കാണാൻ അമ്പലപ്പറമ്പിലും അങ്ങാടിയിലും ഒളിച്ചു നിൽക്കുന്നവനല്ല നട്ടലുള്ള പുരുഷൻ. അന്തസ്സായി നെഞ്ചുവിരിച്ച് അവളുടെ കൈയും പിടിച്ച് നാലാളുടെ മുൻപിൽ കൂടി നടക്കുന്നവനാണ്. നിങ്ങൾക്ക് സന്തോഷമായിട്ട് തന്നെ ജീവിക്കാമായിരുന്നല്ലോ. തടയാനൊന്നും ഞാൻ വരില്ലായിരുന്നല്ലോ.
നിന്റെ കാൽപാദത്തിലൊന്ന് സ്പർശിക്കാൻ മാത്രമല്ലേ ഞാൻ അവനോട് ആവശ്യപ്പെട്ടുള്ളൂ. അപ്പോ അവന് മടി, അഹന്ത, അഹങ്കാരം. എടി, മാപ്പ് പറയണം തെറ്റ് ചെയ്താൽ. ഓർമ്മയുണ്ടല്ലോ അവൻ ചെയ്ത പുണ്യപ്രവൃത്തി എന്താണെന്ന്. നീ വയറ്റിൽ വളർത്തിയ ജീവനെയാണ് അവൻ ഇല്ലാതാക്കിയത്. ഒറ്റയടിക്ക്. ഇല്ലെങ്കിൽ പിന്നെ ഈ മുറ്റത്തും തൊടിയിലും ഒക്കെ പിച്ച വെച്ച് ഇപ്പോൾ ഓടിക്കളിച്ചേനെ. ആ കുഞ്ഞ് എന്ന് പറയുമ്പോൾ അമ്മയെന്ന് വിളിക്കുകയാണ് പ്രീതി. ദേ വേണ്ട അർജുന്, അവന്റെ അമ്മയാണ് മുഖ്യം. നീ വേണ്ട. അതിനപ്പുറം അവൻ പോകില്ല. നിനക്ക് നേരെ തിരിച്ചും. നിനക്ക് അവനാണ് മുഖ്യം. സ്വന്തം അമ്മയ്ക്ക് പുല്ലുവില. അതാടി നീയും അവനും തമ്മിലുള്ള വ്യത്യാസം. വീണ്ടും പ്രീതി അമ്മയെന്ന് വിളിക്കുമ്പോൾ മിണ്ടരുതെന്ന് പറയുകയാണ് സത്യഭാമ. കേറിപ്പോടിയകത്ത്, എന്റെ സമനില തെറ്റിക്കാൻ വേണ്ടി. പോകാൻ എന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുകയാണ് പ്രീതിയോട് സത്യഭാമ. അന്നേരം പ്രീതി അകത്തേക്ക് കയറി പോവുകയാണ്. പ്രീതി പോയ ശേഷം ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന രാഘവൻ നായർ ചോദിക്കുകയാണ്, എന്തിനാ ഭാമേ ഇങ്ങനെ ചൂടാവുന്നത്? സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞില്ലേ? സത്യഭാമ പറയുകയാണ്, എനിക്കിതങ്ങോട്ട് താങ്ങാൻ കഴിയുന്നില്ല രാഘവേട്ട. പ്രീതിമോളുടെ കുഞ്ഞ് രാഘവേട്ടന്റെ ഈ അവസ്ഥ, എല്ലാത്തിനും കാരണക്കാരൻ അവൻ ഒറ്റ ഒരുത്തനാണ്. അവനെ കാണാൻ എന്റെ വാക്ക് തട്ടിക്കളഞ്ഞിട്ട് അവള് പോകുവാന്ന് വെച്ചാൽ? രാഘവൻ നായർ പറയുകയാണ്, ക്ഷമിക്കണം, നമ്മുടെ കുഞ്ഞല്ലേ പ്രീതി, അവളെ കൈവിടാൻ പറ്റുമോ നമുക്ക്? സത്യഭാമ ചോദിക്കുകയാണ്, അവളെ കൈവിടാൻ വേണ്ടിയിട്ടാണോ രാഘവേട്ട ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്? അവള് നന്നാവാൻ വേണ്ടിയിട്ടല്ലേ, സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ? എനിക്ക് അവളോട് അടുപ്പമില്ലാഞ്ഞിട്ടാണോ ഇതൊക്കെ? അമ്പലത്തിലെ ഇന്നത്തെ പൂജ തന്നെ അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ദീർഘസുമംഗലിയായി അവൾ ഭർത്താവിനൊപ്പം സുഖമായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് ഇന്നത്തെ പൂജയിലും ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ അമ്മയുടെ ചരടിൽ തുള്ളിക്കളിക്കുന്ന ഒരു പാവയാകരുത് എന്റെ മകളുടെ ഭർത്താവ് എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഇപ്പൊ നമ്മൾ തലകുനിച്ചു കൊടുത്താൽ ജീവിതകാലം മുഴുവൻ വസുമതിയുടെ പാദസേവ ചെയ്യേണ്ടി വരും നമ്മുടെ പ്രീതി മോൾക്ക്. അവൾക്ക് മാത്രമല്ല എനിക്കും. ഇതൊക്കെ കേട്ട് വിഷ്ണു പറയാണ്, അമ്മ പ്ലീസ് അമ്മയ്ക്ക് പ്രീതിയോടുള്ള അതേ ഇഷ്ടം പ്രീതിക്ക് തിരിച്ചങ്ങോട്ടുമുണ്ട്. അതെനിക്ക് ഉറപ്പാണ്. ഇന്നത്തെ പൂജയിൽ പ്രീതി മോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടാകും പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക. അമ്മയ്ക്ക് മനസ്സിൽ തട്ടി പറയാമോ ഇല്ലാന്ന്? അമ്മ മറന്നുകളയമ്മ. ഇന്നത്തെ സംഭവം മനസ്സിൽ നിന്നങ്ങ് മായ്ച്ചുകളാ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, പ്ലീസ് അമ്മ. ഇത് കേട്ട് സത്യഭാമ പറയുകയാണ്, ശരി, എന്റെ മകൾക്ക് വേണ്ടി ഞാനത് ചെയ്യാം. പക്ഷെ അവളുണ്ടല്ലോ, എന്റെ കൈതടുത്ത എനിക്ക് നേരെ കൈ ചൂണ്ടിയ ആ പീറപ്പെണ്ണ്, വിടില്ല ഞാൻ അവളെ. അവളുണ്ടാക്കിയ മുറിവ് ഈ സത്യഭാമയുടെ ഹൃദയത്തിലുണ്ടാകും. മരിക്കുന്നത് വരെ മറക്കില്ല ഞാൻ ഒരിക്കലും, മറക്കില്ല ഒരിക്കലും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് സത്യഭാമ. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ ഹോട്ടലാണ്. അവിടേക്ക് ബ്രോക്കർ മുരുകൻ ഓട്ടോയിൽ എത്തുകയാണ്. വാതിൽക്കൽ വന്ന ശേഷം മുരുകൻ പറയുകയാണ്, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയെന്ന് നീട്ടി വിളിക്കുകയാണ്. അകത്തേക്ക് വന്ന ശാരദാമ്മ പറയാൻ, ആ മുരുകണ്ണ, നമസ്കാരം മുരുകണ്ണ, അകത്തേക്ക് കയറിയിരിക്ക്. വിളിച്ചിട്ടും ആളെ കാണാഞ്ഞപ്പോൾ ഞാനൊന്ന് സംശയിച്ചു. ഇവിടെ ഇല്ലേന്ന്. ഒരു പൂജ ഉണ്ടായിരുന്നു മുരുകണ്ണ, ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുമായിരുന്നു. ഇല്ല, എന്ത് പൂജയായിരുന്നു ശാരദാമ്മേ? ശ്രീലക്ഷ്മി പൂജ. അതാണ് വിളിച്ചപ്പോ തന്നെ വിളി കേട്ടെന്ന് കൂട്ടിക്കോ. നല്ലൊരു ഐശ്വര്യവുമായിട്ടാണ് ഞാൻ ഈ പടി കയറി വന്നിരിക്കുന്നത്. അല്ല, മുൻപ് എന്നോടൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നല്ലോ, ഒരു കല്യാണക്കാര്യം. അന്നേരം അവിടേക്ക് വരികയാണ് ശാരികയെ കാട്ടി മുരുകൻ പറയണ, ദേ ഈ കുട്ടിയുടെ കാര്യം തന്നെ. മൂത്ത മകളാണ്, ചെറുക്കനെ നോക്കാൻ ഏൽപ്പിച്ചിരുന്നു ശാരദാമ്മ. നാടും നഗരവും തെണ്ടി കുറെ പേരെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ശാരദാമ്മ ശാരികയോട് പറയാണ്, നീ പോയി മുരുകണ്ണന് ചായ എടുത്തോണ്ട് വാ. ശാരിക പോയ ശേഷം ശാരദാമ്മ പറയുകയാണ്, തിടുക്കമൊന്നും വേണ്ട മുരുകണ്ണ, അല്പം താമസിച്ചായാലും കുഴപ്പമില്ല. നല്ല യോഗ്യനായ ഒരു പയ്യനെ കിട്ടണം എന്നേ ഉള്ളൂ. ഇത്രയും കാലം ഈ വീട്ടിലും ചായക്കടയിലുമൊക്കെ കിടന്ന് കരിയും പോയും ഒക്കെ കൊണ്ട് എന്റെ കുഞ്ഞ് എന്റെ ഒരു ചിറ കൊടിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് അവളാണെന്ന് പറയാം. കൂട്ടത്തിൽ മൂത്തത് അവളായിരുന്നില്ലേ? ഇനിയെങ്കിലും അവൾക്കല്പം മനസ്സമാധാനവും സ്വസ്ഥതയും ഒക്കെ കിട്ടണം. അന്നേരം ശാരിക ചായയുമായി വരികയാണ്. മുരുകൻ പറയുകയാണ്, എല്ലാം മനസ്സിലാകുന്നുണ്ട്. ഇല്ല ശാരദാമ്മേ, നമ്മൾ വീടിന്റെ കാര്യവും ചുറ്റുപാടും ഒക്കെ പറഞ്ഞപ്പോൾ അവർക്കും താല്പര്യമുണ്ട്. പക്ഷെ അവരെ ഒന്നും കാണിക്കാൻ പെണ്ണിന്റെ ഒരു ഫോട്ടോ ഇല്ല എന്റെ കയ്യിൽ. അതാണ് ഒരു പ്രശ്നം. അത് കേട്ട് ശാരദാമ്മ പറയുകയാണ്, അയ്യോ ഞാനതങ്ങ് മറന്നു. ഒരു മിനിറ്റ് മുരുകണ്ണ, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ശാരദ. മുരുകൻ ചോദിക്കുകയാണ്, അല്ല ഇളയവരൊക്കെ എവിടെ? ശാരിക പറയുകയാണ്, ശാലിനി അമ്പലത്തിലേക്ക് പോയതാണ്. ശ്യാമ ഹോട്ടലിലുണ്ട്. ഞാനതങ്ങ് മറന്നു. ഓ, അയാളാണല്ലോ ഇപ്പൊ കാഷ്യർ. ചായയോടൊപ്പം മുറുക്കെടുത്ത് കടിച്ച ശേഷം മുരുകൻ പറയുകയാണ്, മുറുക്കൊന്നും ഇപ്പോൾ പറ്റില്ല മോളെ, പല്ലൊക്കെ പോയി കിടക്കുവാണോ? എന്നാൽ വേറെന്തെങ്കിലും എടുക്കാം. ഏയ് വേണ്ട. കൺമുന്നിൽ വന്നാൽ പിന്നെ വിടാൻ തോന്നില്ല. ശാരദാമ്മയുടെ കടയിൽ ഉണ്ടാക്കിയതല്ലേ. പ്രഷറും ഷുഗറും ഒന്നും ഉണ്ടാകില്ല എന്നറിയാം, എന്നാലും ഒരു ഭയം. നമ്മൾ വേണമല്ലോ നമ്മളെ സൂക്ഷിക്കാൻ. നേരെ ശാരദാമ്മ വരികയാണ്, എന്താ മുരുകണ്ണ? അല്ല, ഞാൻ പറയുവായിരുന്നു
ശാരിക മോളെ കല്യാണം കഴിക്കുന്ന പയ്യനും വീട്ടുകാർക്കും ശാരദാമ്മയുടെ കൈപുണ്യവും ഫ്രീ ആണല്ലോ ഒന്ന്. കോടി രൂപ കൊടുത്താൽ കിട്ടുമോ ഈ കൈപുണ്യം എന്ന് പറയുന്ന സാധനം? ശാരദാമ്മ പറയുകയാണ്, ദാ 1-2 ഫോട്ടോ ഉണ്ട്, ഇത് മതിയോ എന്ന് നോക്കിയേ. ഫോട്ടോ നോക്കിയ ശേഷം മുരുകൻ പറയുകയാണ്, ഇത് മതിയോന്നോ? ധാരാളം. ഇത് കണ്ടാൽ മതി, പയ്യന്മാര് ഇങ്ങോട്ട് വന്ന് ഇട്ട് കെട്ടിക്കൊണ്ടു പോകും. ഞാൻ വരുത്തി കാണിച്ചു തരാം രാജകുമാരന്മാരെ പോലെയുള്ള 100 ചെക്കന്മാരെ. അല്ല ശാരദാമ്മ, വേറൊരു കാര്യം ചോദിക്കാൻ വിട്ടു. അല്ല, കല്യാണമാകുമ്പോൾ എല്ലാ കാര്യവും ചോദിച്ചും പറഞ്ഞും വേണമല്ലോ ഇടപാട്. കുട്ടിയുടെ അച്ഛന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. എന്താ ഞാൻ പറയേണ്ടത്? അല്ല, മരിച്ചുപോയെന്നങ്ങ് പറഞ്ഞോട്ടെ. മരിച്ചുപോയെന്നോ എന്ന് അന്തം വിട്ട് ചോദിക്കുകയാണ് ശാരദാമ്മ. മുരുകൻ പറയുകയാണ്, അല്ല, കല്യാണം നടത്താനുള്ള മാർഗമാണ് ഞാൻ ആലോചിച്ചത്. അമ്മയെയും 3 മക്കളെയും ഇട്ട് അച്ഛൻ വേറൊരു ബന്ധത്തിന് പോയി എന്ന് പറഞ്ഞാൽ ചില തറവാട്ടുകാർക്ക് അത് ദഹിച്ചു എന്ന് വരില്ല. അതാണ് ഒരു പ്രശ്നം. ശാരദാമ്മ പറയുകയാണ്, എന്ന് കരുതി പച്ച ജീവനോടെ ഇരിക്കുന്ന ആള് മരിച്ചുപോയി എങ്ങനെ നുണ പറയും മുരുകണ്ണ? പിന്നെ നിധി പോലെ ഞാൻ സൂക്ഷിക്കുന്ന, എന്നും തൊട്ടു വണങ്ങുന്ന ഈ താലിക്ക് എന്താണ് ഒരു വിലയുള്ളത്? അല്ല ശാരദാമ്മേ, അച്ഛൻ ജീവനോടെ ഈ തൊട്ടടുത്തുണ്ടായിട്ടും കല്യാണത്തിന് വരാതിരുന്നാൽ ആൾക്കാരെന്ത് വിചാരിക്കും എന്നാണ് എന്റെ ഒരു വിചാരം. പറച്ചിലും പൊരുത്തക്കേടുകളും കല്യാണം പന്തലിന്നേ അങ്ങ് തുടങ്ങും. പുരോഗമനമുള്ള പയ്യനും വീട്ടുകാരും മാത്രമല്ലല്ലോ, മറ്റു ബന്ധുക്കളെയും കൂടി ബോധിപ്പിക്കണ്ടേ അവർക്ക്? എത്രയെത്ര ബന്ധങ്ങൾ തളർക്കുന്നതും തളരുന്നതും കണ്ടിട്ടുള്ളതാണ് ഈ മുരുകൻ. ചെറിയൊരു കല്ലുകടി മതി, മറ്റന്നാ കോടതിയിലാണ് നിങ്ങൾ ഡൈവോഴ്സും പെറ്റീഷനും ഒക്കെ ആയിട്ട്. മുരുകണ്ണൻ തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. അദ്ദേഹത്തെ ഞാൻ കല്യാണ പന്തലിൽ എത്തിക്കും എങ്ങനെയെങ്കിലും. അത് എന്റെ തീരുമാനമാണ്. അപ്പോ കല്യാണത്തിന് ഗോപാലകൃഷ്ണൻ നേരിട്ട് തന്നെ വരുമെന്നാണ് ശാരദാമ്മ പറയുന്നത്. അതെ, അത് തന്നെ എന്ന് പറയുമ്പോൾ ശാലിനി വരുന്നത് കാണുകയാണ് ശാരദാമ്മ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.